മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള കൈപ്പേറിയ ദീപാവലിക്ക് പകരം കുറച്ചുകൂടി ഒരു പ്രതീക്ഷ പകരുന്ന ഒരു ദീപാവലിയാണ് ഇക്കുറി വിപണിക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും സെൻസെക്സ് സൂചിക എക്കാലത്തെയും ഉയർന്ന നിലവാരങ്ങളിലേക്ക് ഭേദിച്ച് മുന്നോട്ട് വരുന്നു. അത് ഒരുപക്ഷെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ഒരു സ്റ്റീം ഇതിനുണ്ട്, ബാക്കിയുണ്ട് എന്ന തരത്തിൽ വിലയിരുത്തലുകൾ വരുന്നു. ഇതെല്ലാം പൊതുവെ സോ ഫാർ സോ ഗുഡ്, നന്നായി വരുന്ന രീതികളിലേക്ക് കാര്യങ്ങൾ തിരിച്ചു വരുന്നു. 2014 ഒരുപക്ഷെ വീണ്ടും വലിയ ഉയരങ്ങളിലേക്ക് മാർക്കറ്റ് പോകും എന്നും കരുതുന്നു. വിപണിയെക്കുറിച്ച് സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, നമ്മൾ ഒരു കോസ്മിക്കായിട്ട് പെട്ടെന്ന് നോക്കുമ്പോൾ വിപണി കയറി, പ്രതീക്ഷയുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ശരാശരി നിക്ഷേപകർ, കേരളത്തിലെ ചെറുകിട നിക്ഷേപകരെ സംബന്ധിച്ച് ഇവർ കുടുങ്ങിക്കിടക്കുന്ന ചില ഓഹരികളുണ്ട്. ഉദാഹരണത്തിന് യൂണിടെക്, സുസ്ലോൺ, അതുപോലെ ഒരു നിര ഓഹരികൾ, മണപ്പുറം അടക്കമുള്ള പല ഓഹരികൾ. ഇത്തരം ഓഹരികളിലൊന്നും ഇപ്പോൾ പറയുന്ന ഒരു മുന്നേറ്റമൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അത്ര ആഹ്ലാദജനകമല്ല കാര്യങ്ങൾ. എങ്കിലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷ കൈവിടേണ്ട, അടുത്ത വർഷത്തേക്കെങ്കിലും കാര്യങ്ങൾ മെച്ചമാവും അല്ലെങ്കിൽ നേട്ടത്തിലേക്ക് വരും എന്ന ഒരു സന്ദേശം പകരാനാണ് ഇത് കഴിഞ്ഞിട്ടുള്ളത്. ഇതെങ്ങനെ കാണുന്നു? സനൽ പറഞ്ഞത് ശരിയാണ്. ഒരു പരിധിവരെ മാർക്കറ്റ് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു മൂവാണ്, പ്രതീക്ഷിക്കാത്തത് ഒരു മൂവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു ഭാഗത്ത് ഫ്രണ്ട് റൺ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് മൂവ്മെന്റ് ആണ്. അത് നിഫ്റ്റിയിൽ റിഫ്ലക്ട് ചെയ്തു. ഇവിടെ IT, അതുപോലെ തന്നെ ഫാർമ, FMCG സെക്ടറിലാണ് ഈ ഒരു ഷാർപ്പായിട്ടുള്ള മൂവ്. ഇതിൽ തന്നെ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടർ, എസ്പെഷ്യലി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ, അങ്ങനെ ഈ ഒരു സെക്ടറിൽ മാത്രമാണ് ഈ ഒരു മാർക്കറ്റ് ഇത്രത്തോളം ഷാർപ്പായിട്ടുള്ള അപ് മൂവ് വന്നെങ്കിലും സനൽ നേരത്തെ പറഞ്ഞ കുറേയധികം സ്റ്റോക്കുകൾ, കോമൺ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊന്നും തന്നെ ഒരു വാല്യൂ ബൈയിങ് വന്നിട്ടില്ല. അതുകൊണ്ട് അതിന്റെ റീസൺ എന്ന് പറയുന്നത് വാല്യൂ ബൈയിങ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഇതിൽ വന്നിട്ടില്ല, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും റിഡംഷൻ പ്രഷറിലാണ്. മാർക്കറ്റ് കയറി വന്നപ്പോൾ മ്യൂച്വൽ ഫണ്ടും ഇതൊക്കെ തന്നെ, ഇൻഷുറൻസും ഒക്കെ തന്നെ വലിയൊരു റിഡംഷൻ പ്രഷർ വരുന്നത് കൊണ്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ FISന്റെ ഭാഗത്തു നിന്നുണ്ട്. അതാണ് ഈ ഒരു റാലിയുടെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചില നടപടികൾ അല്ലെങ്കിൽ രഘുറാം രാജന്റെ എഫക്റ്റ് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഒരു ലീഡർഷിപ്പിന്റെ അഭാവം ഉണ്ടായിരുന്നു, അത് വന്നു, അതിന്റെ റിഫ്ലക്ഷനാണ് കണ്ടത്. പക്ഷേ നമ്മൾ പലപ്പോഴും മാർക്കറ്റ് വാച്ച് പറയുന്നതും എന്താണ്, ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക. കഴിഞ്ഞ 4 വർഷമായിട്ട് മാർക്കറ്റ് വാച്ച് പറയുന്നത് തന്നെയാണ്. കാരണം നമ്മുടെ മുന്നിൽ കാണുന്ന സ്റ്റോറിയിൽ ഇപ്പോൾ ആ സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് പോലും നമ്മൾ അഡ്വൈസ് ചെയ്തു പബ്ലിക് സെക്ടർ ബാങ്കുകളിലേക്ക് ഒരു ഫോക്കസ്. കാരണം നിഫ്റ്റി 6300 നിൽക്കുമ്പോഴും സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ 50% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആ സെക്ടറിലേക്കും അങ്ങനെയുള്ള ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ യൂണിടെക് അല്ലെങ്കിൽ റിയാലിറ്റി സെക്ടർ, ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇനിയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോഴും ഒരു ഹൈ കട്ട് ചെയ്തെങ്കിലും ആ ഒരു പോസിറ്റീവ് എനർജി മാർക്കറ്റിൽ മാത്രം നിലനിൽക്കുകയാണ്. കാരണം മാർക്കറ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഹൈ. കാരണം മീഡിയ വളരെയൊന്ന് ഹൈലൈറ്റ് മാർക്കറ്റിന് കൊടുക്കും. അതല്ലാതെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടി അവർ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ മാർക്കറ്റ് മാത്രമാണ് ഇതിന്റെ ഹാപ്പിനെസ് എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഒരു കോഷൻ എടുക്കേണ്ട കാര്യം, നമ്മൾ ആഹ്ലാദമൊക്കെ ഒരു വശത്തിരിക്കുമ്പോൾ നമ്മൾ ഒരു ജാഗ്രത പുലർത്തേണ്ട ഒരു കാര്യവും കൂടി ഇല്ലേ? കാരണം തീർച്ചയായും മാധ്യമങ്ങളിൽ ഇത്തരം മുൻകാലങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ, ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരം വാർത്തകൾ വരുന്നു. സെൻസെക്സ് സൂചിക എക്കാലത്തെയും ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തി എന്നൊക്കെ തരത്തിൽ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വരുമ്പോൾ ഈയാമ്പാറ്റകളെ പോലെ നിക്ഷേപകർ ഇതിനി കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി വന്ന് ചാടും. മാർക്കറ്റ് ഇടിഞ്ഞു നിൽക്കുമ്പോൾ ഇവരാരും ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരില്ല. ഈ മാർക്കറ്റ് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ചാടി വീഴും. ചാടി വീണ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തിരുത്തലൊക്കെ വന്ന് മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോകാൻ പാടില്ല എന്ന് നമുക്ക് പറയുക അസാധ്യമായ കാര്യമാണ്. അപ്പോൾ അത് വീണ്ടും താഴത്തേക്ക് പോയാൽ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഈ വാർത്തയെല്ലാം കണ്ട് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം എല്ലാ മാധ്യമങ്ങളും ഇതങ്ങ് ഏറ്റെടുക്കും. മാധ്യമങ്ങളുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ്, കാരണം അതൊരു വാർത്തയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ നിക്ഷേപകരോട് ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ഇതിൽ ഇൻവെസ്റ്റേഴ്സ് കുറച്ച് കോഷ്യസ് ആകുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ റാലിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റോക്കിലേക്ക് അവരുടെ ഫോക്കസ് പോവുക. കാരണം
ഈ 2 ക്വാർട്ടർ റിസൾട്ട് ആദ്യമായി വരുന്ന ഒരു നിക്ഷേപകനെ സംബന്ധിച്ച് എങ്ങനെ അയാൾക്ക് അറിയാൻ കഴിയും ഇന്ന ഈ ഓഹരി ഇപ്പോൾ സ്വാഭാവികമായും ഇവരുടെ മുന്നിൽ അപ്പോഴാണ് ഈ കുടുങ്ങിക്കിടക്കുന്ന സ്റ്റോക്കുകളിലേക്ക് പോകുന്നത്. സുസ്ലോൺ, യൂണിടെക് താഴെ വില കുറവാണ്, അതുകൊണ്ട് യൂണിടെക് വാങ്ങാം, അല്ലെങ്കിൽ സുസ്ലോണിന് വില കുറവാണ്, വാങ്ങാം. ഇത്തരത്തിലാണ് JP അസോസിയേറ്റ്സ് ഇത്തരം ആളുകളുടെ ഡാർലിംഗ് ആയ സ്റ്റോക്കാണ് ഇത്. സനൽ, ഇത് ആദ്യമായി വരുന്നവർ, ആദ്യമായി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരാൾ വരുമ്പോൾ ഞാൻ 3 കാര്യങ്ങൾ ഇതിനു മുമ്പ് മാർക്കറ്റ് വാച്ചിൽ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന്, നോർമലി ആദ്യം വരുന്ന നിക്ഷേപകർ ഈ ഒരു ന്യൂസ്, ഈ പബ്ലിസിറ്റി കൊണ്ട് ഗ്രീഡ് ഓറിയന്റഡ് ആയിട്ടാണ് വരുന്നത്. ഞാനിത് നേരത്തെ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ഗ്രീഡാണ് ഇവരെ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ സ്റ്റോക്കുകൾ മേടിക്കുക, ഏറ്റവും കൂടുതൽ റാലി വരുന്ന സ്റ്റോക്ക് മേടിക്കുക എന്നുള്ള ഗ്രീഡ് ഇവരെ ലീഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ആണ്. ദെൻ ഫിയർ ആണ്, ഈ സ്റ്റോക്ക് പൈസ പോയി കഴിയുമ്പോൾ. ഞാൻ പറയുന്നത് 3rd സ്റ്റേജിലേക്ക് ഇൻവെസ്റ്റേഴ്സ് വരണം. പുതുതായി വരുന്ന നിക്ഷേപകരൊക്കെ തന്നെ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിസ്ക് ഓറിയന്റഡ് ആയിരിക്കണം 3rd സ്റ്റേജിലേക്ക് ഓരോ ഇൻവെസ്റ്ററും വരിക എന്നുള്ളതാണ്. പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിസ്ക്. ഇത് റിസ്ക് ഓറിയന്റഡ് ആണ്. ആ റിസ്കിനെ കുറിച്ച് വെൽ അവെയർ ആവുക, കമ്പനികളെ കുറിച്ച് നന്നായി പഠിക്കുക, ഈ കമ്പനിയുടെ ലാസ്റ്റ് 4 ക്വാർട്ടർ ആയിട്ടുള്ള റിസൾട്ട് എങ്ങനെയാണ്, ഇവരെ PE എത്രയാണ്, ബുക്ക് വാല്യൂ, മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പാടുള്ളൂ. നിക്ഷേപകർക്കും ഇത്തരം കാര്യങ്ങൾ പഠിക്കണം, ഒരു സാക്ഷരത ഉണ്ടാവണമെന്നില്ല. അല്ലല്ല, അത് തീർച്ചയായിട്ടും ഇത് വളരെ ഈസിയാണ് സനൽ. അതിന് എത്രയോ അഡ്വൈസേഴ്സ് ഉണ്ട്. കാരണം നമ്മൾക്കത് പഠിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നേരെ പോയി മേടിക്കാൻ പറ്റുന്നതല്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കർ വേണം, അതല്ലെങ്കിൽ ഒരു ബാങ്ക് വേണം. ഇവരെ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ സ്റ്റോക്ക് മേടിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അവർക്ക് അവിടുന്ന് അഡ്വൈസ് കിട്ടും. അപ്പോൾ മീഡിയയുടെ ഒരു വാർത്ത കണ്ടതിന് ശേഷം മാത്രം ഓടി വന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ വരിക, സ്റ്റോക്ക് മേടിക്കുക അങ്ങനെ കാണിക്കുന്നുണ്ട് പലരും അത്തരത്തിൽ എടുത്തു ചാടിയത്. അല്ല, അതാണല്ലോ കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ തന്നെ. നമ്മൾക്കറിയാം 5300 നിഫ്റ്റി വന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അനലിസ്റ്റുകൾ പറഞ്ഞത് മോർ പെയിൻ ഹെഡ് എന്നാണ് പറഞ്ഞത്. ഇത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്തി അവരുടെ കയ്യിലുള്ള സ്റ്റോക്ക് മുഴുവൻ അവർ സെല് ചെയ്തു. ഇപ്പോൾ പലരും അയ്യോ ആകാമായിരുന്നല്ലോ. അല്ല, അതാണ്. അപ്പൊ എപ്പോഴും നെഗറ്റീവ് ന്യൂസ് വരും, മീഡിയ ആ നെഗറ്റീവിനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യും. പക്ഷെ അതൊരു ഫൈനൽ സ്റ്റേജ് ആയിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിന്റെ. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ പറയുന്നത് ഫ്യൂച്ചറാണ്. ഈ നെഗറ്റീവ് മുഴുവൻ ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് മൂവ് നടക്കുന്നത്. ഈ ന്യൂസ് പുറത്തു വരുമ്പോഴത്തേക്കും ഈ കറക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റോക്ക് സെല് ചെയ്യുന്നത്. ഇവിടെ എല്ലാ പോസിറ്റീവ് ന്യൂസും ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള റേറ്റിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാണ്. എനിക്കൊന്ന് നിഫ്റ്റി ഫ്രൈഡേ ദീപാവലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം. കാരണം ദീപാവലിയോട് കൂടി പുതിയ ഹൈ നിഫ്റ്റി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആയിരിക്കും എന്ന് നമുക്ക് ആശിക്കാം. കാരണം അതിനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ. US ഉണ്ടായിരിക്കുന്ന ആ ഒരു ചെറിയ ക്രൈസിസ് അവർ വീണ്ടും സ്റ്റിമുലസ് കണ്ടിന്യൂ ചെയ്യുന്ന കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റാലിയുടെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോഷ്യസ് അപ്രോച്ച് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എടുക്കുക. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതിന് മുമ്പ് വെൽ അവെയർ ആയിരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് അതിന്റെ റിസ്കിനെ കുറിച്ച്. അപ്പൊ നമ്മൾ 5000 പരിചയമുള്ളതും നമുക്ക് മാനേജ്മെന്റ് വളരെ ക്ലീൻ ബാലൻസ് ഷീറ്റ് ഉള്ള, അല്ലെങ്കിൽ ഒരു സുതാര്യത ഉള്ള ഒരു മാനേജ്മെന്റ് ഉള്ള, നമുക്ക് പരിചയമുള്ള കമ്പനികൾ, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കാത്ത പല കമ്പനികളും എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയാതെ പലരും വാങ്ങാറുണ്ട്. അത്തരം കമ്പനികളെ ഒഴിവാക്കി നമുക്ക് ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന, അല്ലെങ്കിൽ ഇപ്പൊ നെസ്ലെ പോലെയുള്ള കമ്പനികൾ, അവരുടെ എത്ര മാന്ദ്യം വന്നാലും അവരുടെ പാൽപ്പൊടി ഉപയോഗിക്കാൻ തീർച്ചയായും ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഇന്ത്യൻ ഹോട്ടൽസ് പോലെയുള്ള ദൈനംദിന ടിപ്സിന് പുറകെ, ഇതിനകത്ത് ആദ്യം വരുമ്പോൾ തന്നെ ഈ ടിപ്സിന് പുറകെ പോകാതിരിക്കുക, ട്രേഡിങ്ങിന് പുറകെ പോകാതിരിക്കുക. ഇതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോടുള്ള അഡ്വൈസ്. ഇപ്പൊ നമ്മൾക്കറിയാം 5200 വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് വാല്യൂ ബൈങ് ആണ്, ഡീപ് ഡിസ്കൗണ്ട് വാല്യൂല് സ്റ്റോക്ക് മൂവ് ചെയ്യാണ്, ലോൺ എടുത്ത് സ്റ്റോക്ക് മേടിക്കാം എന്ന് പറയുമ്പോൾ ഒരാൾക്കും ആ സമയത്ത് ധൈര്യം ഉണ്ടാവില്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തവരെ സംബന്ധിച്ച് 100% റിട്ടേൺ ആണ് കഴിഞ്ഞ 2 months കൊണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ അഡ്വൈസ് എന്ന് പറയുന്നത് കുറച്ച് പേഷ്യൻസ് കാണിക്കുക. ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരും. സ്റ്റോക്ക് മാർക്കറ്റിന്റെ പുറകെ പോകരുത്. സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ അടുത്തേക്ക് വരും, മുന്നിലേക്ക് വരും. ആ സമയത്ത് ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വരുമ്പോൾ മാത്രം അത് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മാത്രം തത്വമാണ്. അത് സെല്ലിംഗ് ആണെങ്കിലും ശരി, ബൈയിങ് ആണെങ്കിലും ശരി. പിന്നെ സനൽ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇൻവെസ്റ്റേഴ്സ് പഠിക്കണം. അതല്ലാതെ ടിപ്സിന് പുറകെ പോകരുത്. ഒരു ജോമെട്രിയിലേക്ക് രാജപാതകളില്ല തിരുമേനി എന്ന് പണ്ട് യൂക്ലിഡ് പറഞ്ഞതുപോലെ തീർച്ചയായും അതിന് ഒരു ഹാർഡ് വർക്ക് ആണ്, ഒരു പെയിൻ ഉണ്ട് അതിൽ. അത് പഠിച്ച് തന്നെ വരിക. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് 1-2 സംശയങ്ങൾ പരിശോധിക്കാം. അരുൺ പൈ, അദ്ദേഹം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ICICI ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ് തുടങ്ങിയവ അദ്ദേഹത്തിന് ഇപ്പോൾ ലാഭത്തിലാണ്. ഈ ഓഹരികളിൽ ഇനി ഭാഗികമായി ലാഭം എടുക്കണോ, അതോ ഈ അടുത്ത ഇടിവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വീണ്ടും വാങ്ങണോ തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം. പ്രോഫിറ്റ് എടുക്കുക എന്നുള്ള അഡ്വൈസാണ് ഞാൻ കൊടുക്കുക. അടുത്തൊരു മാർക്കറ്റിൽ ഒരു ലെഗ് കൂടി ബാക്കിയുണ്ട് ഈ ഒരു റാലി. അതോടുകൂടി തൽക്കാലം ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ICICI ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അതാണ് സ്റ്റോക്ക് ഇത്രത്തോളം ഹയർ ലെവലിൽ മൂവ് ചെയ്യുന്നത്. 1200 എന്ന് പറയുന്ന ഒരു മേജർ
ഒരു സെല്ലിംഗ് പോയിന്റ് അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് ആണ്. ആ ഒരു ലെവലിൽ ICICI ബാങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. എഗൈൻ 1000 ഒരു മൈനർ സപ്പോർട്ടാണ്. 980 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു ലെവൽ വരുമ്പോൾ വീണ്ടും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഒരു മേജർ 980 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മേജർ സപ്പോർട്ട് ലെവൽ അല്ല. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പരിഗണിക്കുന്നവർ കുറച്ചുകൂടെ പേഷ്യൻസ്, എനിക്കൊന്ന് ടിൽ ഡിസംബർ വരെ മാർക്കറ്റിൽ ഒന്ന് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ ഒരു ഡിസംബർ ഇലക്ഷന് മുമ്പ് ഒരു കറക്ഷൻ കൂടി മാർക്കറ്റിൽ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിച്ച്, കാരണം ഞാൻ നേരത്തെ പറയുന്നത് പോലെ ബാങ്കിൽ വളരെ നല്ല ഇൻട്രസ്റ്റ് ലഭിക്കും. ബാങ്കിൽ ഡെപ്പോസിറ്റ് കിടക്കട്ടെ, ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിൽ വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് നല്ലത്. അപ്പോൾ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ 1000 and 980 ആണ് രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ICICI ബാങ്കിന്റെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ടാറ്റ മോട്ടോഴ്സ് ആണ് 360 and 320 ആണ് ഇപ്പോഴത്തെ രീതിയിൽ രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 410 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഈ രണ്ട് സ്റ്റോക്ക് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഈ രണ്ട് സ്റ്റോക്കും അടുത്തൊരു ജനറേഷൻ സ്റ്റോക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ബൈയിങ് റേറ്റ്, പുതുതായി ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക. ഈ രണ്ട് സ്റ്റോക്കും വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തു. അത് പ്രത്യേകിച്ച് ICICI ബാങ്ക് വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ്. ICICI ബാങ്ക് വീണ്ടും വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ICICI ബാങ്കിനുണ്ട്. അതുകൊണ്ട് ഓരോ ഡിപ്പും ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്ക് വളരെ കൗതുകകരമായ ഒരു ചോദ്യം. നാരായണൻ നമ്പൂതിരി, അദ്ദേഹം ദുബായിൽ നിന്ന് അയച്ചിരിക്കുന്ന വളരെ നീണ്ട ഒരു മെയിലാണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു റെഗുലർ വ്യൂവർ ഓഫ് മാർക്കറ്റ് വാച്ച് എന്നാണ് പറയുന്നത്. പക്ഷേ 3 ലക്ഷം രൂപ ഒരു വർഷം മുൻപ് നിക്ഷേപിച്ചു. പക്ഷേ ഇപ്പോൾ കറന്റ് വാല്യൂ 1.5 ലക്ഷം രൂപയാണ്. അദ്ദേഹത്തിന്റെ സ്റ്റോക്കുകൾ കണ്ടിട്ട് അദ്ദേഹം ഒരു റെഗുലർ വ്യൂവർ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ഒരിക്കലും മാർക്കറ്റ് വാച്ചിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പറഞ്ഞ സ്റ്റോക്കുകളല്ല അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ഓഹരികൾ പെട്ടെന്നൊന്ന് നോക്കാം. അതിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് പറയാൻ സമയം അനുവദിക്കുന്നില്ല. എങ്കിലും പെട്ടെന്ന് ഒരു കോൾ എടുക്കുക എന്നതേ ഉള്ളൂ. അലോക് ഇൻഡസ്ട്രീസ് 17 രൂപ 45 പൈസയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അശോക് ലൈലാൻഡ് 27 രൂപ 10 പൈസയ്ക്ക് വാങ്ങിയിരിക്കുന്നു. SR ഓയിൽ 87 രൂപ. GVK പവർ 16 രൂപ 60 പൈസ. IFCI വാങ്ങിയിരിക്കുന്നു 46.25. മണപ്പുറം 52.90 പൈസ മുതൽ താഴത്തേക്ക് ആവറേജ് ചെയ്തിരിക്കുകയാണ്. ഏറ്റവും അവസാനത്തെ ആവറേജിങ് ഏകദേശം 36.50. ഇപ്പോഴത്തെ വില 15 രൂപയാണ്. സെയിൽ അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് 166 രൂപയ്ക്ക്. നമ്മൾ സെയിൽ, ഞാൻ ഓർക്കുന്നു നമ്മൾ റെക്കമെൻഡ് ചെയ്തത് 60 നിലവാരം, പിന്നീട് 40 രൂപയ്ക്ക്. പിന്നീട് വന്നിരിക്കുന്നത് സുബെക്സ്, നമ്മുടെ മലയാളിയായ സുഭാഷ് മേനോന്റെ IT കമ്പനി, അത് 23 രൂപ 70 പൈസയ്ക്ക് വാങ്ങിയിരിക്കുന്നു. സുസ്ലോൺ 21 രൂപ 50 പൈസ. ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനി 18 രൂപ 45 പൈസ. ഇതൊരു ക്ലാസിക് കേസാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം, അതായത് റീറ്റെയിലർ ഇപ്പോഴത്തെ റാലിയിൽ പണം ഉണ്ടാക്കിയിട്ടില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നാരായണൻ നമ്പൂതിരിയുടെ ഈ സർട്ടിഫിക്കറ്റ്. ഈ 3 lakhs 1.5 lakhsലേക്ക് റെഡ്യൂസ് ചെയ്തു എന്നുള്ളത് ഇതൊരു റിയൽ പിക്ചറാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ. ഇദ്ദേഹം ഈ സ്റ്റോക്ക് ഒരു സമയത്ത് വളരെയധികം ലൈം ലൈറ്റിൽ നിന്ന സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്ക് ബൈയിങ് റേറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഇത് 2008 മുമ്പുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കാനുള്ള ആ ഒരു സമയത്താണ് ഇത്രയും ഹയർ വാല്യൂ ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ 2-3 സ്റ്റോക്ക്, ഇതിൽ മണപ്പുറം ഫൈനാൻസ് റിസ്ക് എടുത്ത് ഒന്നുകൂടി ഇൻവെസ്റ്റ് ചെയ്യാം, സെയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ ചെറിയ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, SR ഓയിൽ, അശോക് ലൈലാൻഡ്, ഇത്രയും സ്റ്റോക്കുകൾ വീണ്ടും ആവറേജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. ടെക്സ്റ്റൈൽ മേഖലയിൽ എനിക്ക് തോന്നുന്നു അതല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഒരു ബുൾ റൈഡ് എപ്പോഴും ഫ്രണ്ട് റൺ സ്റ്റോക്കുകളാണ് ആദ്യം മൂവ് ചെയ്യുക. സെക്കൻഡ് സ്റ്റേജിലാണ് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിൽ ഒരു റാലി സംഭവിക്കും. ആ റാലിക്ക് വേണ്ടി ഇദ്ദേഹം വെയിറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനുശേഷം അതിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ രീതിയിൽ എക്സിറ്റ് ചെയ്യാൻ അടുത്ത കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇതിലെ പകുതി ഓഹരികളെങ്കിലും വിറ്റിട്ട്, എന്റെ ഒരു സജഷൻ, ഫൈനൽ കോൾ താങ്കളുടേതാണ്. പക്ഷേ കുറച്ച് ഫ്രണ്ട് റൺ L&T പോലത്തെ ഓഹരികൾ വാങ്ങുന്നതല്ലേ കുറച്ചുകൂടി ബുദ്ധി, കുറച്ചുകൂടി പെട്ടെന്ന് അദ്ദേഹത്തിന് ലോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല സനൽ, ഇത് പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. പലപ്പോഴും ഒരു സ്റ്റോക്ക് മേടിച്ച് നമ്മളിത് ലോസ് ബുക്ക് ചെയ്യുക എന്ന് പറയും നമ്മളെ സംബന്ധിച്ച് വളരെ പെയിൻഫുൾ ആയി. ഓഹരിയെ വിവാഹം കഴിച്ചതുപോലെ. അതെ, അത് തന്നെയാണ്. ഡൈവോഴ്സ് ചെയ്യണം. അതെ, ഡൈവോഴ്സ് ചെയ്യണം, വീണ്ടും മാരേജ് ചെയ്യാന്നുള്ള. ഒരിക്കലും സ്റ്റോക്കിനോട് സ്നേഹം കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ഈ പോർട്ട്ഫോളിയോ അടുത്തൊരു റാലിയിൽ എക്സിറ്റ് ചെയ്ത് കുറച്ച് ഫ്രണ്ട് റൺ സ്റ്റോക്കിലേക്ക് മാറുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ വളരെ നല്ല പ്രൊമോട്ടേഴ്സിന്റെ വളരെ നല്ല ഫെമിലിയർ ആയിട്ടുള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജിയാണ് പലപ്പോഴും നല്ലത്. ഇപ്പോൾ നാരായണൻ നമ്പൂതിരിയോട് കൂടുതലൊന്നും പറയാനില്ല. അദ്ദേഹത്തിന്റെ ഓഹരികളിൽ 1-2 ഓഹരികൾ ആവറേജ് ചെയ്യുക, ബാക്കി അദ്ദേഹം കൂടുതൽ പണം ഉണ്ടെങ്കിൽ നല്ല ഓഹരികളിലേക്ക് അദ്ദേഹം മാറുക. ഈ ഇത്തരം ഓഹരികൾ ഈ എല്ലാം തിരഞ്ഞെടുത്തതെല്ലാം ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു എല്ലാം വില വളരെ താഴ്ന്നു അതുകൊണ്ട് വാങ്ങാം,
ഇപ്പോൾ GVK പവർ 16 രൂപ 60 പൈസ, 16 രൂപയ്ക്ക് കിട്ടും, എന്നാൽ അത് വാങ്ങാം. ഇതാണ് ഇത്. പക്ഷേ സനൽ, ഇതില് നമ്മളിപ്പോ ഒരു ഇൻവെസ്റ്ററെ നമ്മൾക്ക് ഒരിക്കലും ഇതിനകത്ത് കുറ്റം പക്ഷേ പറയാൻ സാധിക്കില്ല. ഇതിന് എന്റെ പോയിന്റ് അതല്ല. എന്റെ പോയിന്റ് ഈ ഓഹരികളെക്കാളും മികച്ച ഓഹരികൾ വിപണിയിൽ ലഭ്യമാണ്. അത് അതിലേക്ക് കൂടുതൽ ഫോക്കസ്. ഇപ്പൊ ഈ ഓഹരികളെല്ലാം അടച്ചാക്ഷേപിക്കാൻ നമുക്ക് പറ്റില്ല. ഇവിടെ പ്രൈസ് കുറഞ്ഞു എന്നുള്ളതിനാണ് പലപ്പോഴും ഇൻവെസ്റ്റേഴ്സ് മലയാളികൾ വില കുറയുന്നു എന്നാൽ നമുക്ക് കുറച്ച് വാങ്ങാം എന്നുള്ള ഒരു ലൈനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഒരു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മേടിക്കാം, ഒരു L&T മേടിക്കാം, പിന്നെ എന്തിന് നമ്മൾ ഈ ചെറിയ സ്റ്റോക്കിന് പുറകെ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വെരി സിമ്പിൾ. അത്രേ ഉള്ളൂ. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. ശരി, അപ്പോൾ ദീപാവലി ആയി, തിരക്കേടില്ല മാർക്കറ്റ്. ഇനി അങ്ങോട്ട് ഏത് ദിശയിലേക്കായിരിക്കും അടുത്ത ഒരു 1-2 ആഴ്ചകൾ? ഈ ഒരു മൊമെന്റം മാർക്കറ്റിൽ കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. വളരെ ഷാർപ്പായുള്ള കറക്ഷനുള്ള സാധ്യത കുറവാണ്. ഏതെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ മാത്രമേ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ ഫോറിൻ ഫ്ലോ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഈ മാർക്കറ്റിന്റെ മൂവ് കണ്ടിന്യൂ ചെയ്യും. അത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഒരു വർഷം മുമ്പ് പറഞ്ഞ് 6500-600 ലെവലിലേക്ക് പോകും എന്നുള്ള സ്ട്രോങ് ഫീലിംഗ് എനിക്കുണ്ട്. അങ്ങനെ സംഭവിക്കട്ടെ. ആ ഒരു റാലി അതിനുശേഷം വീണ്ടും മാർക്കറ്റിൽ കറക്ഷൻ സംഭവിക്കും. അതിന് യാതൊരു സംശയവും ആർക്കും വേണ്ട. വൺ സൈഡ് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ റാലി പറയുമ്പോൾ ചിലർ പലപ്പോഴും നമ്മോട് സംസാരിക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യം, 10 ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സൂചികകൾ തുടർച്ചയായി മുന്നേറി, അപ്പോൾ ഇനിയൊരു കറക്ഷൻ പോസിബിൾ ആണ്. അതൊരു കോമൺ തോട്ടാണ്. അതിൽ വല്ല യാഥാർത്ഥ്യവും ഒരിക്കലുമില്ല. 10 ദിവസം മാർക്കറ്റ് കയറി അതുകൊണ്ട് കറക്റ്റ് ചെയ്യണം എന്നില്ല. എന്തുകൊണ്ട് മാർക്കറ്റ് കയറി എന്നുള്ളതാണ്. അതിന് വാലിഡ് ആയിട്ടുള്ള റീസൺ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ആ റീസൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. അതുപോലെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് ന്യൂസസ് അത് ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ ബുൾ റൺ വന്നപ്പോൾ, സാമ്പത്തിക മാന്ദ്യം വരുന്നതിന് മുൻപുണ്ടായ 2007-2008 പീരീഡിൽ ഞാൻ ഓർക്കുന്നു, മാർക്കറ്റ് തുടർച്ചയായി കയറുകയാണ്. അപ്പോൾ ആളുകൾ ഒരു റീറ്റെയിലേഴ്സ് പലരും വിറ്റു, ലാഭമെടുത്തു, റെഡിയായിട്ട് നിൽക്കുകയാണ് അടുത്ത കറക്ഷൻ വരുമ്പോൾ വാങ്ങാൻ. കറക്ഷൻ ലഭിച്ചില്ല. തുടർച്ചയായി 20, 18, 19 ദിവസങ്ങളിൽ മാർക്കറ്റ് കയറുകയായിരുന്നു. പിന്നീട് വന്ന ഫോൾ എന്ന് പറയുന്നത് ചരിത്രം ആയ ഫോളാണ്. ആ ഫോളാണ് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വന്ന ഒരു ഫോള്. പക്ഷെ ആ 20 ദിവസം അല്ലെങ്കിൽ 20 അല്ല, എനിക്ക് തോന്നുന്നു 2-3 മാസങ്ങൾ തുടർച്ചയായി കയറുകയായിരുന്നു. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചത്. ഇതിനകത്ത് ഞാൻ പറയാം, ഈ ഒരു റാമ്പന്റ് സ്പെക്കുലേഷൻ എന്ന് പറയും, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്പെക്കുലേഷനിലേക്ക് മാർക്കറ്റും വളരെയധികം റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും വരുന്നു. ഇപ്പോൾ ഡൗ തിയറി എടുത്തതാണ്. ഡിസ്ട്രസ് സെല്ലിംഗ് ഓഫ് സൗണ്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബോട്ടം ലൈനും, റാമ്പന്റ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ലൈൻ. അത് നമുക്ക് മനസ്സിലാവും, കാണാൻ സാധിക്കും. കാരണം മീഡിയ വളരെയധികം ഇതിനെ ഹൈലൈറ്റ് ചെയ്യും. കോമൺ പബ്ലിക് പോലും സ്റ്റോക്കിനെ കുറിച്ച് ചായക്കടയിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു സമയം വരും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാം അയാൾക്ക് ഇത്ര പൈസ കിട്ടി, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടപെടാം. ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് 10 ദിവസം കയറിയതുകൊണ്ട് ഇറങ്ങണമെന്നില്ല, അതല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചുകൊണ്ട് തിരിച്ച് കയറണമെന്നില്ല. ഇപ്പൊ നമ്മളൊരു സ്റ്റോക്ക് എടുത്താൽ, ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ യെസ് ബാങ്ക് എടുക്കുക, 560 നിന്നാണ് ഈ കറക്ഷൻ സംഭവിച്ചത്. നമ്മൾ നോർമലി 560 500 വരുമ്പോൾ വാല്യൂ ബൈങ് ആണെന്ന് പറയും. 460, 400, 360, 300, ഇത് 200 നിന്ന് ചെന്നു. അവിടെ നിന്ന് വീണ്ടും റാലി സംഭവിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ 260 വരുമ്പോൾ ഹയർ വാല്യൂ ആണ്, ഇനി എങ്ങനെ മേടിക്കും. 300 വരുമ്പോൾ 200 കണ്ടു, 360 വരുമ്പോഴും നമ്മൾ 300 കണ്ടു. ഇങ്ങനെ പേഷ്യൻസ് എടുത്തെടുത്ത് ഫൈനലി 480 വരുമ്പോൾ ഇനി രക്ഷയില്ല, മേടിക്കണം എന്നുള്ള ഫീൽ വരികയാണ്. അപ്പോൾ എന്തുകൊണ്ട് 200 അല്ലെങ്കിൽ 250, 280 വരുമ്പോൾ ഈ 560 ഇത് വന്നതാണ്, അതുകൊണ്ട് മേടിക്കാം, ലാസ്റ്റ് റിസൾട്ട് വളരെ നല്ലതാണ്, അവരുടെ എല്ലാ ക്വാർട്ടർ റിസൾട്ടും ബെറ്റർ ആണ്, ഇതിന്റെ വാല്യൂ ബൈങ് ആണ് ഒരു തോട്ട് ഇൻവെസ്റ്റേഴ്സിന് പോകില്ല. കാരണം ഇവർ ഫൈനലി ആണ് ഈ ഏറ്റവും ഹയർ വാല്യൂയിലാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരിക. അപ്പോൾ എപ്പോഴും നല്ല സ്റ്റോക്കുകൾ വളരെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിക്കുമ്പോൾ സിംഗിൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. അതാണ് 2-3 സ്റ്റേജ് ഘട്ടമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. സെല്ലിംഗ് അതുപോലെ, നമുക്ക് സെല്ലിംഗ് ആർക്കും അറിയില്ല എന്നുള്ളതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ കലയാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിഡ് ഡേയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മിഡിൽ സ്റ്റേജിൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്ത് പോകാനും പാടില്ല. കുറച്ച് പേഷ്യൻസ്. ഒരു റാലി സ്റ്റാർട്ട് ചെയ്താൽ നല്ല സ്റ്റോക്ക് ആണെങ്കിൽ ആ റാലി കണ്ടിന്യൂ എടുക്കണം. അതിനുള്ള പേഷ്യൻസ്. അതാണ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള സെല്ലിംഗ്, സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ബൈങ് എന്ന് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്. അത് എല്ലാവരും വളരെ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് സനൽ നേരത്തെ പറഞ്ഞല്ലോ, വളരെയധികം സ്റ്റഡി ആവശ്യമുള്ളതാണ്. നേരെ ഓടി വന്ന് സ്റ്റോക്ക് മേടിക്കുക എന്ന് പറയുന്നവർക്കാണ് പൈസ നഷ്ടപ്പെടുന്നത്. അതിനു മുമ്പ് ബാക്ക് എൻഡിൽ കുറേ അധികം ഹോംവർക്ക് ഇതിന് ആവശ്യമാണ്. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഫ്രൻസീഡ് ബൈയിങ് അറ്റ്മോസ്ഫിയർ വരും. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഇത്തവണത്തെ
ദീപാവലി ഒരു പ്രതീക്ഷയുടെ ദീപാവലി തന്നെയാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. പക്ഷേ ഈ പുതിയ നിക്ഷേപകരെ സംബന്ധിച്ച് വളരെ കരുതലോടുകൂടി ഇരിക്കണം. ഇതിൻ്റെ ഒരു ആവേശം കണ്ട് എടുത്തു ചാടരുത് എന്ന് പറയാനുണ്ട്. കാരണം അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം പല ഓഹരികളും, പ്രത്യേകിച്ചും ഇനി അങ്ങോട്ട് മൊമെന്റം വരാൻ പോകുന്നത് പെന്നി സ്റ്റോക്സ്, 1 രൂപ 2 രൂപ നിലവാരത്തിൽ നിൽക്കുന്ന സ്റ്റോക്കുകൾ ഒക്കെ വരും. 1 രൂപയല്ലേ വിലയുള്ളൂ, അല്ലെ 2 രൂപയല്ലേ ഉള്ളൂ, അല്ലെ 10 രൂപയല്ലേ ഉള്ളൂ എന്ന് കരുതി ധാരാളം സ്റ്റോക്കുകൾ നിങ്ങളുടെ മുന്നിലേക്ക് പലരും പല രീതിയിലും പ്രലോഭനങ്ങളുടെ പേരിൽ വരും. ഇത്തരം ഓഹരികളിൽ നിക്ഷേപം ഒരു കാരണവശാലും അരുത്. ഇലക്ഷൻ വരികയാണ്. അതിനു മുൻപ് തീർച്ചയായും സ്വാഭാവികമായും ഒരു കറക്ഷൻ വരും. വലിയ തകർച്ച ആരും പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ന്യായമായ വിലയ്ക്ക് ഓഹരികൾ വാങ്ങാനുള്ള അവസരം ലഭിക്കും. അതുകൊണ്ട് പുതിയ നിക്ഷേപകർ തൽക്കാലമെങ്കിലും ഒന്ന് കാത്തിരിക്കുക. പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനുയോജ്യമല്ല. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.